നമസ്കാരം. അമ്മ സംഘടന പ്രസിഡന്റ് ശ്വേത മേനോനെതിരെ ആഞ്ഞടിച്ച് അൻസിബ ഹസൻ രംഗത്ത്. സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിലാണ് ശ്വേത പ്രസിഡന്റായ കമ്മിറ്റി താഴെ വീണത്. സാമ്പത്തിക ക്രമക്കേട് ആരോപണം നേരിടുന്നവരെ എങ്ങനെയാണ് അഡ്ഹോക് കമ്മിറ്റിയായി തുടരാൻ അനുവദിക്കാൻ ജനറൽ ബോഡിക്ക് തോന്നുക എന്ന് അൻസിബ കൊച്ചിയിലെ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചു. മോഹൻലാലിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി രാജിവെച്ചപ്പോൾ താൽക്കാലിക ഭരണ സംവിധാനമായി തുടരാൻ അനുവദിച്ചത് ചോദ്യം ചെയ്ത ശ്വേതയ്ക്ക് അൻസിബ മറുപടിയും നൽകി. ജനറൽ ബോഡി നടക്കാൻ വൈകും എന്നതിനാലാണ് രാജിവെച്ച മോഹൻലാലിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി അഡ്ഹോക് കമ്മിറ്റിയായി തുടർന്നത്. സഞ്ജീവനി പദ്ധതി സംബന്ധിച്ച് തീരുമാനമെടുത്തത് രാജിവെച്ച കമ്മിറ്റിയാണ്. അത് നടപ്പിലാക്കുകയാണ് അഡ്ഹോക് കമ്മിറ്റി ചെയ്തത്. നല്ലൊരു കാര്യം ചെയ്തതിനെയാണോ കുറ്റപ്പെടുത്തുന്നതെന്നും അൻസിബ ചോദിച്ചു. സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിലാണ് ശ്വേത പ്രസിഡന്റായ കമ്മിറ്റി താഴെ വീണത്. സാമ്പത്തിക ക്രമക്കേട് ആരോപണം നേരിടുന്നവരെ എങ്ങനെയാണ് അഡ്ഹോക് കമ്മിറ്റിയായി തുടരാൻ അനുവദിക്കാൻ ജനറൽ ബോഡിക്ക് തോന്നുക എന്നും അവർ ആരാഞ്ഞു. ആരോപണ വിധേയരെ സഹായിക്കുകയാണോ കേരള പോലീസ് ചെയ്യുന്നതെന്ന് അൻസിബ ഹസൻ ചോദിച്ചു. പരാതിയുമായി വരുന്ന സ്ത്രീകളെ അപമാനിക്കുകയാണോ പോലീസ് ചെയ്യുന്നത്? ആഭ്യന്തരമന്ത്രി പറഞ്ഞാൽ പോലും കേൾക്കാത്ത പോലീസാണോ കേരളത്തിലുള്ളത്? നീതി കിട്ടാൻ കോടതിയെ മാത്രം ആശ്രയിക്കേണ്ടി വരുന്നു. കമ്മീഷണർ സംസാരിക്കുന്ന വീഡിയോ കണ്ടു. ഇത് അമ്മ സംഘടനയ്ക്കുള്ളിൽ തീരേണ്ട പ്രശ്നമാണെന്ന് കമ്മീഷണർ പറഞ്ഞു. ജിഹാദി എന്ന് വിളിച്ചത് എങ്ങനെയാണ് തമാശയായി പോലീസിന് കാണാൻ കഴിയുന്നത്? അത് വേദനയുണ്ടാക്കി. കോടതി വിധിയല്ലാതെ ശ്വേത മേനോൻ അമ്മ ഓഫീസിൽ വന്നാൽ തടയുമെന്നും അൻസിബ പറഞ്ഞു. കഴിഞ്ഞ ഭരണസമിതിയിൽ നിന്നും വ്യക്തിഹത്യ നേരിടേണ്ടി വന്നവരാണ് ഇപ്പോൾ വാർത്താ സമ്മേളനത്തിലുള്ളവരെന്ന് ഉഷ ഹസീന പറഞ്ഞു. സ്ത്രീകൾ വിജയിച്ചത് കുറുക്കുവഴികളിലൂടെയാണ്. ഭരണസമിതിയിൽ അധികാരമോഹമാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നത് മാധ്യമങ്ങളിലൂടെയാണ്. അമ്മയിൽ പരാതി കൊടുത്ത സ്ത്രീയെ നേതൃത്വം പരിഹസിക്കുകയായിരുന്നുവെന്നും അൻസിബ പറഞ്ഞു. അൻസിബയെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് അനൂപ് ചന്ദ്രൻ മോശമായ വീഡിയോ ഇറക്കി. അങ്ങനെ തന്നെ വേണം, എനിക്ക് സന്തോഷമായി എന്നാണ് ശ്വേത പറഞ്ഞതെന്നും ഉഷ ഹസീന പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ജനറൽ ബോഡിയിൽ പ്രിന്റ് ചെയ്തു തന്ന കണക്കും ബാബുരാജിന് തെറ്റിയയച്ച കണക്കും വേറെയായിരുന്നു. ജനറൽ ബോഡിയിൽ ആർക്കും സംസാരിക്കാൻ മൈക്ക് തന്നില്ല. അനൂപ് ചന്ദ്രന്റെ കയ്യിൽ മാത്രമായിരുന്നു മൈക്ക്. ബാബുരാജിനെതിരെ ആരോപണം ഉയർന്നു. മറുപടി പറയാൻ അവസരം നൽകിയില്ല. ഇറങ്ങിപ്പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ പ്രസിഡന്റ് എഴുന്നേറ്റ് നിന്ന് ഇരിക്കട അവിടെ എന്ന് പറയുന്നത് പോലെ ഞാനാണ് പ്രസിഡന്റ്, ഞാൻ പറയുന്നത് കേൾക്കണം, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോവുകയാണെന്ന് ബാബുരാജ് പറഞ്ഞു. എങ്കിൽ ഇറങ്ങിപ്പോയിക്കോ, പുറത്ത് വണ്ടി കിടപ്പുണ്ട് എന്നായിരുന്നു ശ്വേതയുടെ മറുപടി. അവരുടെ ഭാഗം പറയുന്നവരെ മാത്രമാണ് സംസാരിപ്പിച്ചത്. ആരും അശ്ലീലം പറഞ്ഞിട്ടില്ലെന്നും ഉഷ ഹസീന കൂട്ടിച്ചേർത്തു. സ്ത്രീകൾ നേതൃനിരയിൽ വരണമെന്നായിരുന്നു ആഗ്രഹിച്ചതെന്നും എന്നാൽ കഴിഞ്ഞ ഭരണസമിതി അപമാനിച്ചെന്നും ഉഷ ഹസീന പ്രതികരിച്ചു. ഭരണസമിതി അംഗങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിച്ചിട്ടില്ലെന്നും ഉഷ പ്രതികരിച്ചു. പ്രസിഡന്റും സെക്രട്ടറിയും തമ്മിൽ ഈഗോ ക്ലാഷ് ഉണ്ടായി. അൻസിബയുടെ പരാതികൾ അവഗണിക്കുകയും പരിഹസിക്കുകയും ചെയ്തുവെന്നും ഉഷ ഹസീന പ്രതികരിച്ചു. ധ്രുവീകരണം നടത്തുന്ന, വർഗീയവാദം നടത്തുന്ന മനുഷ്യരെ ഒന്നായി കാണാൻ പറ്റാത്ത കലാകാരന്മാരുടെ ഇടയിൽ ധ്രുവീകരണം നടത്തുന്ന ആൾക്കാരല്ല അമ്മ ഭരിക്കേണ്ടത്. കേരളം അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ആ കേരളത്തിനോട് ഒരു ഉത്തരവാദിത്തമുള്ളതുകൊണ്ട് അവിടെ നടക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം നാളെ വരാനിരിക്കുന്ന ഒരു കേരള സ്റ്റോറിയാണെന്ന് മനസ്സിലായതുകൊണ്ടും അതിനെ എതിർക്കണമെന്നുള്ള ഉത്തമ വിശ്വാസത്തിലാണ് താൻ പ്രതികരിച്ചതെന്ന് മാലാ പാർവതി വ്യക്തമാക്കി.